എല്ലാവർക്കും കലോത്സവത്തിൽ പങ്കെടുത്ത് കലാതിലകം, ഇപ്പോൾ കലാതിലകം എന്ന് പറയാൻ പാടില്ല, ഗ്രേഡ് കിട്ടണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് ഒരു വേദി കിട്ടുക, അവിടെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇപ്പോൾ കേരള വിഷൻ്റെ പ്രേക്ഷകരെ പോലെ ഇഷ്ടം പോലെ പ്രേക്ഷകരാണ് മോളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഈ മോൾക്കൊരു കയ്യടി കൊടുക്കുമോ? വേണ്ട, ഇതുപോലെയുള്ള ആളുകളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ കേരള വിഷൻ്റെ പ്രേക്ഷകരൊക്കെ മോളെ കണ്ടുകൊണ്ടിരിക്കുക. മോൾക്കൊരു പെർഫോമൻസ് ഇവിടെ ചെയ്യാൻ പറ്റുമോ? കണ്ടോ? വീഡിയോ എടുത്ത് യൂട്യൂബിലേക്ക് ഇടാം, അപ്പോൾ ആൾക്കാർ കാണുമല്ലോ. എല്ലാവരും കാണട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഇവിടെ നിന്നത് തന്നെ, അതൊന്ന് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മെയിൻ വേദിയിൽ മോൾക്ക് കളിക്കാൻ പറ്റിയില്ല, പക്ഷേ ഇവിടെ ഇത്രയും അധികം ആൾക്കാരുടെ മുമ്പിൽ, അതും നമ്മുടെ സ്വന്തം നാട് കൊല്ലം അല്ലേ, കൊല്ലത്ത് നമ്മുടെ സ്വന്തം മണ്ണിൽ വെച്ചിട്ട് ഇത്രയും നമ്മുടെ കൊല്ലംകാരുടെ മുമ്പിൽ വെച്ച് നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അവരുടെ കയ്യടികളും അവരുടെ പ്രോത്സാഹനവും തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, എന്താ പറയണ്ടേ, ഭാവിയിൽ നല്ല വലിയൊരു കലാകാരിയായിട്ട് മാറും. ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അവരൊക്കെ ഇപ്പോൾ വലിയ നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മോൾക്ക് ഡാൻസ് കളിക്കാമല്ലോ? സെറ്റ്. ഓക്കെ, അപ്പോൾ ചേച്ചി അങ്ങോട്ട് മാറി നിൽക്കുക. കാനനപ്പൂങ്കുയിലേ പാടടി നീന്ന് കാലം മറക്കാത്ത പ്രണയകഥ, കാഞ്ചന പെണ്ണിന്റെ കഥന കഥ. സ്വാതന്ത്ര്യ സമരത്തിൻ താളുകളിൽ എഴുതാതെഴുതിയ പ്രണയം, വിറയ്ക്കാതെ ചൊല്ലിയ ചുണ്ടില്ല നാട്ടിൽ, നെഞ്ചു വിളയ്ക്കാതെ കേട്ടോരില്ല. വയലോരം വീട്ടിലെ പെണ്ണ്, അവൾ സുന്ദരി കാഞ്ചന പെണ്ണ്. കാമന്റെ വില്ലും മോഹിക്കും പെണ്ണിനെ മോഹിച്ചു അഴകാർന്നൊരാണൊരുത്തൻ. ഉന്നത്ത് വീട്ടിലെ അനന്തൻ കുഞ്ഞ്, പാടത്തും തൊടിയിലും മാമലച്ചോട്ടിലും അവരുടെ സ്വപ്നങ്ങൾ ചിറകുവച്ചു, മധുരമോഹങ്ങളും പങ്കുവച്ചു. ചവിട്ടടിയിൽ ഞെരിഞ്ഞമർന്നൊരനാളിൽ പിറന്ന നാടിൻ മാനത്തിനായി മൗനം വെടിഞ്ഞവർ ഒത്തുചേർന്നു. നാടാകെ സമരമായി, അനന്തരോ സമരനായകനായി. സമരത്തിൻ തീച്ചൂള ആളിപ്പടരുമ്പോഴും കുളിരായി അവളും കൂടെ നിന്നു. നാടിന്റെ മോചനം സാധ്യമാക്കാൻ നാടറിഞ്ഞു വീടറിഞ്ഞു പ്രണയകഥ. മംഗല്യ പന്തലിലെത്തി നിന്നു പൊട്ടും കുരവയും മേളവുമായി. അനന്തൻ പെണ്ണിനെ താലി ചാർത്തി. ദുരന്തമോ വിധിയോ ഭാഗ്യദോഷമോ, മംഗല്യ പന്തലിലെത്തി വെള്ളപ്പട കയ്യാമം വെച്ച് കൊണ്ടുപോയി, വലിച്ചിഴച്ച അനന്തനെ കൊണ്ടുപോയി. മാറിലേ പൂമാല പാടിയില്ല,
മോചനവും മോഹിച്ച പെണ്ണും കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങും മുമ്പേ ഒരു കൊലക്കയറിനാൽ ജീവൻ പൊലിഞ്ഞു അനന്തനീ ലോകം വിട്ടുപോയി. കിഴക്കൻ മാനം ചുവപ്പടിഞ്ഞു ഒരു നാൾ സൂര്യൻ ഉദിച്ചുയർന്നു സ്വതന്ത്ര ഭാരത മണ്ണിലേക്ക്. കടവറയ്ക്കുള്ളിൽ അടച്ച പോരാളികൾ തിരികെ വരുന്നെന്ന വാർത്ത കേട്ട് കാഞ്ചന അങ്ങ് ഓടിയെത്തി. തൂകിപ്പാഞ്ഞെത്തുന്ന ഓരോ വണ്ടിയിലും തൻ പ്രിയതമനെ നോക്കി നിന്നു. കാലങ്ങൾ പോയതറിയാതെ കഥയറിയാതവൾ കാത്തിരുന്നു. കാലങ്ങൾ താണ്ടി അകന്നൊരാ പ്രിയനെ കാതരേ കാത്തിരിപ്പോ. മീനാക്ഷിക്കുട്ടി, അനുജ, മീനാക്ഷിക്കുട്ടിയുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, മീനാക്ഷിക്ക് ഇപ്പൊ സങ്കടം ഉണ്ടോ? ഇല്ലെന്ന് പറ. ഇതുപോലൊരു വേദിയാണ് നമുക്ക് വേണ്ടത്. ഇത്രയും അധികം ആൾക്കാര് അല്ലേ? എല്ലാവരും സപ്പോർട്ടില്ലേ? ഒന്ന് ഉറക്ക കൈയടിക്ക്. അപ്പൊ എല്ലാവരും നമ്മുടെ കേരളവിഷന്റെ ചാനലില്, യൂട്യൂബ് ചാനലില് ഇത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ മോളെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ശരി. ഇപ്പൊ വിഷമമുണ്ടോ? ഇല്ല ഇല്ല. നമ്മള് ഇതല്ല നമ്മുടെ വേദി. ഓക്കെ, ഇവിടെ നമ്മളിപ്പോ മത്സരിക്കാൻ പറ്റിയില്ല, അതാണ്. ഇതിനപ്പുറത്തെ വേദി കിട്ടും. പല ആളുകളും അപ്പീലിന് പോയി കിട്ടാതെ ഇന്നിപ്പോ നല്ല രീതിയിൽ പല വലിയ താരങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ ഭാവിയിൽ മീനാക്ഷി എന്നുള്ള പേര് നമുക്ക്, ഞാനൊരു ന്യൂസ് റീഡറാണ്, അപ്പൊ എനിക്ക് മീനാക്ഷിയുടെ വാർത്തകളൊക്കെ വായിക്കാനുള്ള അവസരം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ശരി.